നമ്മളിൽ അധിക പേർക്കും നല്ല ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്. പക്ഷേ എന്തുകൊണ്ടോ നമുക്കത് സാധിക്കാറില്ല. അവിടെയാണ് നമ്മൾ മൈക്രോഗ്രെയിൻസിൻ്റെ പ്രസക്തി. മൈക്രോഗ്രെയിൻസ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിൻ്റെ ഒരു ഗ്രോത്ത് സ്റ്റേജാണ്. ജസ്റ്റ് ആഫ്റ്റർ സ്പ്രൗട്ടിങ്. നമ്മൾ നോർമലി വിത്ത് മുളപ്പിക്കാറുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സ്റ്റേജാണ് ഈ മൈക്രോഗ്രെയിൻ എന്ന് പറയുന്നത്. നോർമലി ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 7 to 12 ഡേയ്സ് ഗ്രോത്ത് ഉള്ളപ്പം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിക്കുന്നതാണ് ഈ മൈക്രോഗ്രെയിൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ചെറുതാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വില കുറച്ച് കാണരുത്. ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് ഉള്ള ഒരു സ്റ്റേജും കൂടിയാണ് മൈക്രോഗ്രെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓൾറെഡി സ്റ്റഡീസ് വെച്ചിട്ട് പ്രൂവൺ ആണ്. ഒരു മെച്യൂർ പ്ലാന്റിനെയും കാട്ടും 40 മടങ്ങ് കൂടുതൽ വൈറ്റമിൻസ് ഈ മൈക്രോഗ്രെയിൻസിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 15 to 20 ഗ്രാംസ് ഡെയിലി നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ബോഡിക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇനി മൈക്രോഗ്രെയിൻസ് എങ്ങനെയാണ് കൺസ്യൂം ചെയ്യുക എന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ലത് റോ ആയിട്ട് കഴിക്കുന്നത് തന്നെയാണ്. ഇനിയിപ്പോൾ അത് പറ്റില്ല എന്നുള്ളതാണെങ്കിൽ നമുക്ക് സാലഡ്സിൽ ആഡ് ചെയ്യാം. ഈവൻ ഓംലേറ്റ് അടിക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യാം. അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഈ മൈക്രോഗ്രെയിൻസ് നമ്മളെ ബോഡിയിൽ എത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിക്കാൻ പറ്റുക, റോ ആയിട്ട് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, റോ ആയിട്ട് കൺസ്യൂം ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാലഡ്സിലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആഡ് ചെയ്യാം. ഇനി കൂടുതൽ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോസ് ഞങ്ങൾ ഇടുന്നതായിരിക്കും. എങ്ങനെയൊക്കെയാണ് കൺസ്യൂം ചെയ്യാൻ പറ്റുക, ഏതൊക്കെ ടൈപ്പ് സാലഡ്സ് ഉണ്ടാക്കുക എന്നുള്ളത് വരും വീഡിയോസിലുണ്ടാവും. സോ ഒന്ന് ഫോളോ ചെയ്തോളൂ. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.